വെറുതെ ഇരിക്കുമ്പോൾ ഫോണിൽ ഇങ്ങനെ കുത്തിത്തോണ്ടിരിക്കുമ്പോഴാട്ടോ ഇങ്ങനൊരു വീഡിയോ ശ്രദ്ധയപ്പെട്ടത്. പിന്നെ എളുപ്പപ്പണിയാണെങ്കിൽ നമ്മൾ നോക്കാതിരിക്കൂലല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു നോക്കിയതാണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വെള്ളയും മഞ്ഞയൊക്കെ മാറ്റണതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു തോടിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഈ ഒരു മഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുമ്പോഴൊക്കെ ആ വെള്ളം അങ്ങനെ പോവുമല്ലോ, അങ്ങനെ അത് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെയാണ് ആലോചിച്ച് ഞാൻ ഈ ഒരു ട്രാൻസ്പാരൻ്റ് ബൗളിലേക്ക് മുട്ടൻ്റെ മഞ്ഞ മാറ്റാനാണല്ലോ വിചാരിച്ചത്. അങ്ങനെ അത് മാറ്റി കഴിഞ്ഞ ശേഷം മുട്ടൻ്റെ മഞ്ഞയും വെള്ളയൊക്കെ രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടോ. അങ്ങനെ ഈ വൈറ്റ് മാത്രം ഇത്തിരി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണത്. അങ്ങനെ ബീറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ട് ഈ മഞ്ഞ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് സൗമ്യമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചില റെസിപ്പീസൊക്കെ ഇല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും പരിപാടി വളരെ സിമ്പിളോ. അങ്ങനത്തെ ഒരു റെസിപ്പീനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടല്ലോ. എനിക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അങ്ങനത്തെ റെസിപ്പീസിനോടൊക്കെ. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇത്. അങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളപ്പച്ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ ഒക്കെ ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് എല്ലായിടത്തും. എന്നിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ ഈ ചട്ടിയിലേക്ക് ഇട്ടപ്പം ഒരു മഞ്ഞോ അങ്ങനെയൊക്കെ അല്ലേ തോന്നണത്. ഒരു മഞ്ഞിൻ്റെ ഒക്കെ ഏകദേശം ലുക്ക് വരുന്നുണ്ടല്ലേ. പക്ഷേ സ്പൂണുകൊണ്ട് ഇത് ഒരു നടക്ക് പോലാന്ന് കണ്ടപ്പോഴാണ് ഞാൻ സ്പാച്ചുലായിട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ തേപ്പ് പരിപാടിയേനെ. തേപ്പ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നത്? ഏതെങ്കിലും തേപ്പ് കഥകളൊക്കെ ഓർമ്മ വന്നോ? അങ്ങനെ ആ മഞ്ഞ മിക്സ് ചെയ്തതിൻ്റെ പാത്രത്തിൽ മൂട്ടിലുണ്ടേനി ആ മഞ്ഞം കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ഞാൻ ബാക്കി അതിൽ കണ്ടപ്പോൾ ഒഴിച്ചോന്നേ ഉള്ളൂ. അങ്ങനെ മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്ത് പിന്നെ ഞാൻ മൂടി പൊന്തിച്ച് നോക്കിയപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ട്. ഇത്രയും ഫ്ലഫിയായി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഉച്ചക്ക് പൊരിച്ച് വെച്ചിൻ്റെ ചിക്കൻ്റെ 1-2 പീസ് ബാക്കിയുണ്ട് പാത്രത്തിൽ. അതെടുത്ത് വെട്ടി മുറിച്ച് പീസാക്കി ഇതിലേക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടോ കിടക്കട്ടെ എന്ന്. ഇതൊക്കെ എൻ്റെ ഒക്കെ ഒരു ഇമ്പ്രവൈസേഷനാണേ. അങ്ങനെ പിന്നെ ഇത് മറിച്ചിടാൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ, കാരണം ഇതിൻ്റെ മൊഞ്ചിനൊരു കോട്ടം തട്ടരുത്. അങ്ങനെ മറിച്ചിട്ടപ്പം പകച്ചു പോയി എൻ്റെ ബാല്യം. ഒന്നുമല്ല കേട്ടോ, ചട്ടിയിൽ നല്ലോണം ഫ്ലഫിയായി നിന്ന് ഇനി ഓംലെറ്റ് പ്ലേറ്റിലേക്ക് ഇട്ടപ്പോൾ നനഞ്ഞ കോഴി പോലായി. പക്ഷെ കഴിക്കാനൊക്കെ ടേസ്റ്റ് തന്നെ ഇനി. പക്ഷെ എന്നാലും കാണാനുള്ള ആ ഒരു ഭംഗിയില്ലാത്ത വേദന ഭയങ്കരം തന്നെ ഇനി. പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോഴുള്ള തിക്നെസ് ഇതാ ഇത്രയൊക്കെ തിക്നെസ് ഉണ്ട് കേട്ടോ. അത് ആ ഒരു ബീറ്റ് ചെയ്തതിൻ്റെ ഗുണമാണ്. പിന്നെ കഴിക്കുമ്പോഴൊക്കെ നല്ല സൂപ്പർ തന്നെ കേട്ടോ. ഒരു കേക്ക് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടേനെ. അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി പറഞ്ഞാൽ സന്തോഷം. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കണ്ടാലോ.